ഒരു ഇരയെ വീഴ്ത്താൻ ആദ്യം ഇവിടെ എടുത്തിടുന്ന ആയുധം ലവ് ബോംബിംഗ് ആണ്. സ്നേഹം നല്ലതാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം രൂപപ്പെടുന്നതാണ്. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും സുഖങ്ങളിലും ദുഃഖങ്ങളിലും പരസ്പരം പങ്കുവെച്ച് വളർന്ന് 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 പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകൾ, ഇതാണ് യഥാർത്ഥ സ്നേഹം. പക്ഷേ ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു മാന്ത്രിക ലോകത്തേക്ക് ആ ഇരയെ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. എന്തിനാണത് ചെയ്യുന്നത്? പല പല താല്പര്യങ്ങൾ ഉണ്ടാകാം. പ്രണയബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഒരു പെൺകുട്ടിയിലേക്ക് ഒരു നാർസിസിസ്റ്റായ പുരുഷൻ എത്തിപ്പെടുന്നത് ഒന്നുകിൽ അവളുടെ ശരീരം ആഗ്രഹിച്ചിട്ട് ആ ആവശ്യം കഴിയുമ്പോൾ അവൾ വലിച്ചെറിയപ്പെടും, അല്ലെങ്കിൽ അവളുടെ സമ്പത്ത് ആഗ്രഹിച്ചിട്ട് സമ്പത്ത്, അവളുടെ സ്വർണവും അവളുടെ സ്വത്തും കൈക്കലാക്കി കഴിയുമ്പോൾ അവൾ വലിച്ചെറിയപ്പെടും, അല്ലെങ്കിൽ മറ്റൊരാളോട് റിവഞ്ച് എടുക്കാൻ വേറൊരാളെ മുന്നിൽ നിർത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ സമൂഹത്തിൽ പല നിലയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സിറ്റുവേഷൻ പറയാം. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. മനസ്സിലാക്കണമെങ്കിൽ ഈ സിറ്റുവേഷൻ പറയണം. തിരുവനന്തപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് ഒരു IT മേഖലയിൽ ജോലി ചെയ്യാൻ പോയി എന്ന് സങ്കല്പിച്ചാൽ, നല്ല കാണാൻ സുന്ദരനായ സുമുഖനായ ആളുകളോട് നല്ല മധുരമായി സംസാരിക്കാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ ജോലി ചെയ്തു. ആ ജോലിയോടൊപ്പം ആ പ്ലാറ്റ്ഫോമിൽ പല സൗഹൃദങ്ങളും പല ബന്ധങ്ങളും അയാൾക്കുണ്ടായി. അയാൾ ഒരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നു. ആ പെൺകുട്ടിയുടെ പിതാവിനെ അയാളുടെ സൗഹൃദത്തിലേക്ക് അയാൾ കൊണ്ടുവരുന്നു. ആ പിതാവുമൊത്ത് സൗഹൃദം പങ്കുവെക്കുന്നു. ആ പിതാവിന് തോന്നുന്നു, നാളെ എൻ്റെ മരുമകനായി വരാൻ ഇയാളെക്കാളും നല്ലൊരാളെ വേറെ കിട്ടില്ല. കാരണം അത്ര നല്ല ഒരു മനുഷ്യൻ. നമുക്ക് അങ്ങനെ അധികം ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണാൻ കഴിയുകയില്ല. അത്ര നല്ലൊരു മനുഷ്യൻ. അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ സംസാരം. പരിശുദ്ധമായ ഖുർആൻ മുനാഫിഖുകളുടെ അടയാളം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവരുടെ ശരീരഭാഷ കണ്ടിട്ട്, അവരുടെ മധുരമൂറും സംസാരം കേട്ടിട്ട് പ്രവാചകരെ അങ്ങ് വീണു പോകല്ലേ. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ. താങ്കൾ അവരെ കണ്ടാൽ, താങ്കൾക്ക് അവരുടെ ബോഡി കണ്ടാൽ, അവരുടെ ശരീരം കണ്ടാൽ ആകർഷണീയത തോന്നും. എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിയുടെ ആദ്യ സമൂഹത്തിന്റെ വലിയ ശരീരം ഉണ്ട് എന്നല്ല, അവരുടെ ബോഡി ലാംഗ്വേജ്, ചില ആളുകളുടെ ശരീരഭാഷ അത് വല്ലാത്ത ആകർഷണീയമാണ്. അതിലങ്ങ് വീഴും. പിന്നെയോ അവർ വല്ലതും പറഞ്ഞാൽ നമ്മൾ കേട്ടിരുന്നു പോകും. ആ സംസാരത്തിൽ വീണുപോകും, മയങ്ങിപ്പോകും. ഇയാൾ നാളെ എൻ്റെ രക്ഷകനായി വരും എന്ന ഒരു വികാരം നമുക്കുണ്ടായി പോകും, ചിന്ത നമുക്കുണ്ടായി പോകും. ആ വലയിൽ കുരുങ്ങും. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പിതാവ് ചിന്തിക്കുന്നു. ആ പെൺകുട്ടിയുടെ പിതാവ് വിവാഹാലോചനയുടെ എൻഗേജ്മെന്റിന്റെ വേളയിൽ സാന്ദർഭികമായ ഒരു തർക്കത്തിന്റെ പേരിൽ ഈ വിവാഹബന്ധം വേണ്ട എന്ന് ആ കുടുംബം തീരുമാനിക്കുന്നു. അതിന് ആ വ്യക്തി തന്നെ കാരണമാകണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങാറുണ്ടല്ലോ. തറവാട്, കുടുംബം, വസ്തു, സമ്പത്ത്, ഇതൊക്കെ കാരണമാകാം. ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു നാർസിസിസ്റ്റിനാണ് ഈ റിജക്ഷൻ നേരിട്ടതെങ്കിൽ അയാൾ പിന്നെ വെറുതെ ഇരിക്കൂല. അവിടെയാണ് വ്യത്യാസം. ഒരു സാധാരണ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളാണെങ്കിൽ അടുത്ത വഴി നോക്കാം. ചിലപ്പോൾ ഒരു ദേഷ്യം, ഒരു അമർഷം, ഒരു പരിഭവം, ഒരു അസൂയ, ഒരു വൈരാഗ്യം ഒക്കെ തോന്നാം. പക്ഷേ അതവിടെ കഴിയും. ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടമാണ് വിവാഹം. ആ വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് വേളയിലാണ് ആദ്യമായി തനിക്കെതിരെ ഒരു റിജക്ഷൻ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെ മാതാപിതാക്കളിൽ നിന്ന് നോ കേൾക്കാതെ എപ്പോഴും വാലിഡേഷൻ കേട്ട് വളർന്ന് കുട്ടി, സ്വർണ്ണക്കുട്ടിയായി വളർന്ന ഒരു കുട്ടി
ജീവിതത്തിന്റെ വിവാഹത്തിന്റെ ഘട്ടത്തിൽ ആ കുടുംബത്തിന്റെ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് റിവഞ്ച് എടുക്കാനുള്ള വല്ലാത്ത ഒരു ത്വര, മറ്റുള്ള മനുഷ്യർക്കൊന്നുമില്ലാത്ത ഒരു ത്വര ഇവന്റെ ഉള്ളിൽ വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. അതിനവൻ എന്ത് ചെയ്യും? അടുത്ത ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഈ പെൺകുട്ടി, ഈ എന്നെ റിജക്റ്റ് ചെയ്ത ഈ കുടുംബത്തിന്റെ മുമ്പിൽ ഞാൻ വിവാഹം ചെയ്ത് കാണിച്ചു കൊടുക്കും. അതാണ് അവൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അവന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ച് തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലെത്തിപ്പെട്ട് ഒരു പെൺകുട്ടി അവൻ വിവാഹം ചെയ്ത് ജോലി സ്ഥലത്ത് ഒരു വീടെടുക്കും. സാധാരണ അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച്, എന്താണ് ലവ് ബോംബിംഗ് എന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. സാധാരണ അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന കുട്ടി ആ വീട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ അവിടെ വലിയ ഫെസിലിറ്റീസുകളുണ്ട്. എയർ കണ്ടീഷൻ റൂമുകളാണ്, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വളരെ വിലപിടിപ്പുള്ളതാണ്, ഫർണിച്ചറുകൾ വളരെ വിലപിടിപ്പുള്ളത്, വാഹനങ്ങൾ അത്യാഡംബര നിറഞ്ഞ വാഹനങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ ഒന്നുകിൽ അവൻ്റെതോ അല്ലെങ്കിൽ മറ്റാരുടേതോ. അങ്ങനൊരു ജീവിതത്തിലേക്ക് ഇന്നലെ വരെ സാധാരണ ജീവിതം നയിച്ച ഒരു പെൺകുട്ടി എത്തിപ്പെടുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവൾ ഏതോ ഒരു മായാലോകത്തെത്തിപ്പെടും. എനിക്ക് എന്ത് നല്ലൊരു മനുഷ്യനെയാ കെട്ടിയത് എന്ന് അവൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണും. ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അവൾ ഉണ്ടായിരുന്നതിൽ നിന്നും എത്രയോ മീതേക്ക് അവൾ പോയിട്ടുണ്ടാകും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്തത്? ഇവൾക്ക് വേണ്ടിയല്ല, ഇവളോടുള്ള സ്നേഹം കൊണ്ടല്ല, റിവഞ്ചാണ്. ആരോടുള്ള റിവഞ്ചാണ്? എന്നെ റിജക്റ്റ് ചെയ്ത കുടുംബത്തിനോടുള്ള റിവഞ്ചാണ്, ആ പെൺകുട്ടിയോടുള്ള റിവഞ്ചാണ്. അവൻ ഉള്ളുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇവർ ഈ സ്വർഗീയ ജീവിതം കണ്ടിട്ട് ഇവർക്ക് കുറ്റബോധം ഉണ്ടാകണം. ഇവിടെ രണ്ട് ജീവിതമാണ് തകരുന്നത്. ഒന്ന്, ഈ റിജക്റ്റ് ചെയ്ത കുടുംബത്തിലെ പെൺകുട്ടി നാളെ വിവാഹം ചെയ്യപ്പെട്ടു പോയി ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചാലും ഈ സ്വർഗീയ ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് നൊമ്പരപ്പെട്ട് ജീവിക്കും. മറുഭാഗത്ത് ഇവൾ വിചാരിക്കുന്നത് എന്നെ എന്തുമാത്രം എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നു എന്ന്. വളരെ വ്യാജമായ ഒരു ലോകത്തേക്ക് അയാൾ എത്തിപ്പെടുകയാണ്. ആലോചിച്ച് നോക്കാം. സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ഇതൊരു ഈ ലവ് ബോംബിങ്ങിന്റെ ഇടയിൽ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തും. ഒരു ദിവസം ഭയങ്കര ലവ്, ഭയങ്കര കെയറിങ്, അടുത്ത ദിവസം ഒന്നും മിണ്ടാനില്ല. ഇതൊരു സൈക്കിളായി തുടരും. ഈ പെൺകുട്ടി ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആവും. നിക്കണോ പോണോ, നിക്കണോ പോണോ, ഈ ഒരു അവസ്ഥ. ഇതാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സ്വദഖാതികും, നിങ്ങൾ നിങ്ങളുടെ സമ്മാനങ്ങളെ, നിങ്ങളുടെ സ്വദഖകളെ നിങ്ങൾ നിരർത്ഥകമാക്കരുത്, പൊളിച്ചു കളയരുത്. ബിൽ മന്നി വൽ അദാ, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞും, വൽ അദാ, ആളുകളെ ഉപദ്രവിച്ചും, ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്താൻ വേണ്ടി നിങ്ങൾ സമ്മാനങ്ങളെ ഉപയോഗിക്കരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി, ഷോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സമ്മാനങ്ങളും സൗകര്യങ്ങളും ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇത് ഇന്ന് സൈക്കോളജി പറയാൻ ലവ് ബോംബിംഗ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന്. ഒരു മനുഷ്യനെ സ്നേഹിച്ച് ഏറ്റവും ഉയർന്ന അവസ്ഥയെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഡീവാലുവേഷൻ ചെയ്യും, പിന്നെ പതുക്കെ താഴേക്ക് വലിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇത് നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം ആത്മഹത്യകൾ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്? എത്രയോ മനുഷ്യരുടെ ജീവിതം വഴിയാധാരമായിട്ടുണ്ടെന്നറിയോ? എത്രയോ സ്ത്രീകൾ ലോക്കായി കിടക്കാണെന്നറിയോ? ഈ ലവ് ബോംബിങ്ങിൽപ്പെട്ടിട്ട് ഡീവാലുവേഷനിലെത്തി. അതെങ്ങനെയാണ് ഡീവാലുവേഷനിലെത്തുന്നത്? വളരെ
സമാധാനമായി അവിടുന്ന് വലിച്ചിറക്കും. മേളിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നേരത്തെ ഉള്ളത് അവൾ ഉണ്ടായിരുന്നതിനും എത്രയോ മീതെയാണ്. ഇന്ന് അവൾ ഉണ്ടായിരുന്നതിനും എത്രയോ താഴേക്കാണ്. നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു തുടങ്ങും. പറയുകയില്ല ചിലപ്പോൾ അത് വളരെ പതിയെ പതിയെ നിന്റെ വ്യക്തിത്വത്തിനോ നിന്റെ ആത്മാഭിമാനത്തിനോ ഒരു വിലയുമില്ല. ഇത് പറയും, ചിലപ്പോൾ വ്യക്തമായിട്ട് പറയും. ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാം, ഈ വാക്ക് കേൾക്കാത്തൊരു ദിവസമില്ല. 100 വട്ടം ഈ ഒരു വാക്ക് ഒരു സ്ത്രീ കേട്ട് കഴിഞ്ഞാൽ അവർ മാനസികമായി തകരുകയാണ്. അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കാൻ. ഒരു മിനിമലായി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവർ തകർന്ന് തരിപ്പണമാവുക. ലവ് ബോംബിങ്ങിന്റെ ഘട്ടത്തിൽ ഇയാളുടെ സ്നേഹത്തിൽ മതിമറന്ന് അവളുടെ സ്വർണവും പണ്ടവും ഊരിക്കൊടുത്തു. ഡീവാലുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞതല്ലേ, ഞാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് കാണിക്കാൻ അവളുടെ സമ്പത്ത് ഊരിക്കൊടുത്തു. അവളെ സമർപ്പിച്ചു. ഇതൊക്കെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ അനുഭവങ്ങളാണ് മുഅ്മിനീങ്ങളെ. അവസാനം ആ സ്ത്രീ നിരാലംബയായി ജീവിക്കേണ്ടി വരും. ഈ സമ്പത്ത് കൊണ്ട് അവൻ പലതും വാങ്ങിക്കൂട്ടും. പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ കൊള്ളില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും നിസ്കാരമുള്ള ദീനീബോധമുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് തിരുത്താനുള്ളത്? ആരാണ് ഇത് പരിഹരിക്കാനുള്ളത്? പരിശുദ്ധമായ ഖുർആൻ ഇതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നു. ഒരാളെ മേൽ ഡോമിനേറ്റ് ചെയ്ത് അയാളെ കീഴ്പ്പെടുത്തി അയാളുടെ മേൽ കയറി നിന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. വഇദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും ഫഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസി വഇന്നി ജാറുൽ ലക്കും. ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ മുന്നിൽ മനോഹരമാക്കി കാണിച്ചു കൊടുത്തു. കാരണം ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചു കഴിയുമ്പോൾ, അവളുടെ കയ്യിൽ നിന്ന് എല്ലാം നേടിക്കഴിയുമ്പോൾ, ഞാൻ ചില നേട്ടങ്ങൾ കൊയ്തു എന്ന് ജയിച്ചടക്കിയവനെ പോലെ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, നിന്റെ കൂടെ ഞാനുണ്ടടാ എന്ന് പറയും. അതുകൊണ്ട് നാർസിസിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, അവർ ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന വിഡ്ഢികളാണ്. കാരണം ഇവൻ സ്വന്തം ഭാര്യയെ പറ്റിച്ച് ജീവിക്കുന്നു, അവനെ ശൈത്താൻ പറ്റിക്കും. ആ കുഴിയിൽ അവൻ വീഴുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല.